കോമ്പറ്റേറ്റീവ് എക്സാം സീരീസിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ക്ലോക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. റീസണിങ് സബ്ജക്റ്റിൽ നിന്നിട്ട് ഈ ഒരു ടോപ്പിക്ക് കേരള PSCയിലാണെങ്കിലും SSC എക്സാംസിലാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് ക്ലോക്സ്. അപ്പോൾ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് ജനറലി ഒരു സർക്കുലർ ഡിസ്ക്കാണ്. ഒരു സർക്കുലർ ഡിസ്ക് അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റാണ് ഒരു ക്ലോക്ക് എന്ന് പറയുന്നത്. മെയിൻലി ഇതിൽ 3 ഹാൻഡ്സാണ് ഉള്ളത്. ഒരു അവർ ഹാൻഡ്, ഒരു മിനിറ്റ് ഹാൻഡ്, ഒരു സെക്കൻഡ് ഹാൻഡ്. ഈ ക്ലോക്ക് ഒരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പല ഡിവിഷൻസായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഒരു സർക്കിൾ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മെനി പോയിൻറ്റ്സ് വിത്ത് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ സെൻറ്റർ ആണ്. ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, ഒരു സർക്കിളും ഉണ്ട്. ഇതിൽ നമുക്ക് ആകെ 24 hours ഉള്ളത്. അപ്പോൾ ഈ 24 hours 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് 12 hours ആയിട്ടാണ് നമ്മൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത്, AM PM ആയിട്ട്. അപ്പോൾ നമുക്കൊരു ക്ലോക്കിൽ 12 ഡിവിഷൻസ് ആണ് വരുന്നത്. മെയിനായിട്ട് 4 ഡിവിഷൻസ് 4 പോയിൻറ്റ്സിലും അതിനിടയ്ക്ക് 2 ഡിവിഷൻസ് വീതം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 12, പിന്നെ 1 2 3 4 5 6 7 8 9 10 11. ഇത്രയാണ് ഒരു ക്ലോക്കിലെ ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും, ഇത്രയാണ് ജനറലി വരുന്ന ഹാൻഡ്സ് എന്ന് പറയുന്നത്, ക്ലോക്കിൻ്റെ ഹാൻഡ്സ്. അപ്പോൾ നമുക്കൊരു 3 o'clock ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവർ ഹാൻഡ് എവിടെ വരും? 3ൽ വരും. അവർ ഹാൻഡ് എന്ന് പറയുന്നതാണ് ചെറിയ ഹാൻഡ്. ലാർജർ ഹാൻഡ് എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് എവിടെ വരും? 12ൽ വരും. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു ക്ലോക്കിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2 ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവേഴ്സും മിനിറ്റ്സും ഡെപ്പിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 o'clock എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു 90 degree ആംഗിളിൽ വരുന്ന രീതിയിലാണ് ക്ലോക്ക് വരുന്നത്. ഇനി ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കുലർ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ 360 ഡിഗ്രിയുടെ ടേംസിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു സർക്കിളിന് ടോട്ടൽ എത്ര ഡിഗ്രീസ് ഉണ്ട്? 360 ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് മിനിറ്റ് ഹാൻഡിൻ്റെ കേസിലും പറയാം, അവർ ഹാൻഡിൻ്റെ കേസിലും പറയാം, വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡിൻ്റെ കേസിലും പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവർ ഹാൻഡിൻ്റെ കേസ് നോക്കാം. അവർ ഹാൻഡിൻ്റെ കേസ് പറയുമ്പോഴത്തേനും ഈ 360 ഡിഗ്രീനെ നമ്മൾ 12 hours ആണുള്ളത്. 360 ഡിഗ്രിയിൽ 12 hours ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 360 ഡിഗ്രീനെ 12 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 hour എന്ന് പറയുന്നത് എത്ര ഡിഗ്രി വരും? ഇതാണ് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലോക്കിൽ അവർ ഹാൻഡ് 1 hour കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 12ൽ ഇരിക്കുമായിരുന്നു, 1 hour കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര ഡിഗ്രി കവർ ചെയ്തു? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 1 hour എന്ന് പറയുന്നത് എത്രയാണ്? 60 minutes ആണ്. ഈ ടൈമിൽ കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്മളുള്ളത് 360 ഡിഗ്രിയാണ് സർക്കിളിൻ്റെ കേസിൽ. അതിന് എത്ര hours ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 12 hours. അങ്ങനെ വരുമ്പോഴത്തേനും 12 × 3 ആണ് 36. 30 ഡിഗ്രീസ്. 1 hourൽ 30 ഡിഗ്രീസ് ആണ് അവർ ഹാൻഡ് കവർ ചെയ്യുന്നത്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 minutes ആണ്. അങ്ങനെയാണെങ്കിൽ 60 minutes 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 1 minute എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? അതുകൂടി നമുക്ക് നോക്കാം. 1 minute 30/60, അതായത് 3/6 = 1/2 അല്ലെങ്കിൽ 0.5 ഡിഗ്രിയാണ് 1 minute അവർ ഹാൻഡ് കവർ ചെയ്യുന്നത്. അവർ ഹാൻഡ് സാധാരണ എന്തിനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? അവറാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 hourൽ 30 ഡിഗ്രി, 1 hourൽ 30 ഡിഗ്രി.
ഒരു മിനിറ്റിൽ 0.5 ഡിഗ്രി. ഇനി ഇതിപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര വരും? 0.5 ഡിവൈഡഡ് ബൈ 60, അതായത് 1/120 ഡിഗ്രീസാണ് 1 സെക്കൻഡിൽ കവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് വീണ്ടും വളരെ ചെറിയ വാല്യൂ വരും. അത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 60 സെക്കൻഡായിട്ട് എടുത്ത് ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിനിറ്റ് ഹാൻഡിൻ്റെ കേസ് പറയാം. മിനിറ്റ് ഹാൻഡിൻ്റെ കേസിൽ ഇതേ 12 ഡിവിഷൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 12 കഴിഞ്ഞുള്ള 1 ഡിവിഷൻ എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. ഇതിനിടയ്ക്ക് ഓരോ സിംഗിൾ മിനിറ്റ്സ് ഉണ്ട്. 1, 2, 3, 4, 5. അപ്പോൾ 1 എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 5 മിനിറ്റ്സിനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5 മിനിറ്റ്സിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി കവർ ചെയ്യും? 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 1 ഡിവിഷനാണ് 12ൽ. അപ്പോൾ 360 അഗെയിൻ 360 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 30 ഡിഗ്രീസാണ് 5 മിനിറ്റ്സിൽ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര വരും? 1 മിനിറ്റിൽ 30 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 6 ഡിഗ്രീസാണ് 1 മിനിറ്റിൽ കവർ ചെയ്യുന്നത്. ഇത് തന്നെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 6 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 1/10 ഈസ് ഈക്വൽ ടു 0.1 ഡിഗ്രീസാണ് 1 സെക്കൻഡിൽ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡിൻ്റെ കൂടി കേസ് നമ്മൾ പറയാനായിട്ടാണെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല, എന്നാലും സെക്കൻഡ് ഹാൻഡിൻ്റെ കേസ് കൂടി വേണമെങ്കിൽ പറയാനാണെങ്കിൽ 5 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ 1 തൊട്ട് 12 തൊട്ട് 5 വരെയാണ് 5 സെക്കൻഡ്സ്. അത് വീണ്ടും 360 ഡിവൈഡഡ് ബൈ 12 തന്നെ 30 ഡിഗ്രീസാണ് 5 സെക്കൻഡ്സിൽ കവർ ചെയ്യുന്നത്. ഇനി 1 സെക്കൻഡ് ആണെങ്കിലോ 30 ഡിവൈഡഡ് ബൈ 6 30 ഡിവൈഡഡ് ബൈ 5 6 ഡിഗ്രീസാണ് 1 സെക്കൻഡിൽ കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അതേസമയം മിനിറ്റ് ഹാൻഡ് 1 സെക്കൻഡിൽ എത്രയായിരുന്നു? 0.1 ഡിഗ്രീസ് ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അവർ ഹാൻഡ് 1 സെക്കൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 60 വരും. അപ്പോൾ അവർ ഹാൻഡ് 1 അവറിൽ എത്ര ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്? 30 ഡിഗ്രീസ്. മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റ്സിൽ എത്രയാണ് കവർ ചെയ്യുന്നത്? 30 ഡിഗ്രീസ്. സെക്കൻഡ് ഹാൻഡ് 5 സെക്കൻഡിൽ എത്രയാണ് കവർ ചെയ്യുന്നത്? 30 ഡിഗ്രീസ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കാണ്? ഏറ്റവും പെട്ടെന്ന് ആംഗിൾ കവർ ചെയ്യുന്ന ആരാണ്? സെക്കൻഡ് ഹാൻഡ് തന്നെയാണ്. അതിനുശേഷം മിനിറ്റ് ഹാൻഡ്. കാരണം സെക്കൻഡ് ഹാൻഡ് 5 സെക്കൻഡിൽ 30 ഡിഗ്രി കവർ ചെയ്യും. മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 5 മിനിറ്റിൽ 30 ഡിഗ്രി കവർ ചെയ്യുള്ളൂ. അവർ ഹാൻഡ് ആണെങ്കിലോ 1 അവറിലാണ് 30 ഡിഗ്രീസ് കവർ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഹാൻഡ്സിൻ്റെ ആംഗിൾ കവർ ചെയ്യുന്ന റീജിയനിൽ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ടാണ് കിടക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലംസിൽ മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ 3 ഹാൻഡ്സ് ഡിസ്കസ് ചെയ്തല്ലോ. ഇതിൽ ഏതെങ്കിലും 2 ഹാൻഡ്സ് തമ്മിൽ ഒരു ആംഗിൾ ഫോം ചെയ്യാം. അതായത് നമുക്ക് ടൈം തരും, ആ ടൈമിൽ 2 ഹാൻഡ്സ് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡുമാണ് നമ്മൾ ഈ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ട ഫോമുലാസ്? 2 മെയിൻ ഫോമുലാസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്നാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഫോമുല എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ്, തീറ്റ എന്ന് പറയുന്നത് 30H മൈനസ് 11/2 മിനിറ്റ്സ് മോഡുലസിൻ്റെ അകത്താണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോമുല എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോമുല എന്ന് പറയുന്നത് ഈ മിനിറ്റ് യൂസ് ചെയ്തിട്ട്
നമുക്ക് അതായത് എത്ര മിനിറ്റ് ഒരു ആംഗിളും അവറും തരും. അപ്പോൾ അത് ഏത് ടൈമിലാണ് അവറും തന്നിട്ടുണ്ട് ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മിനിറ്റ് കണ്ടുപിടിക്കണം. അതിനാണ് ഈ എം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എം ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 30h ± തീറ്റ, കാരണം മോഡുലസ് ഉള്ളതുകൊണ്ട് ± തീറ്റ വരും. പിന്നെ 11/2 ഇപ്പുറത്ത് പോയി കഴിയുമ്പോഴത്തേനും 2/11. ഇതാണ് നമുക്ക് വേണ്ട രണ്ട് ഫോർമുലാസ് എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് 30h - 11/2 എമ്മും മോഡുലസ് 30h - 11/2 എമ്മും. എം എന്ന് പറയുന്നത് മിനിറ്റ് എന്ന് പറയുന്നത് 30h ± തീറ്റ ഇൻറ്റു 2/11. ഇതാണ് രണ്ട് ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പതിയെ പ്രോബ്ലംസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഫോർ ദി ടൈം 9:50. 9:50 എന്ന് പറയുന്ന ഒരു ടൈം AM ആവട്ടെ PM ആവട്ടെ, ആ ടൈമിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് അപ്പോൾ നമുക്ക് ജസ്റ്റ് പറയാനായിട്ട് ഒരു ക്ലോക്ക് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ പോയിൻ്റ് 4 മെയിൻ ഡിവിഷൻസ് 12, 3, 6, 9, 1, 2, 4, 5, 7, 8, 10, 11. അപ്പം 9 എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് എവിടെ വരും? 9 വരും. 9:50 ആണ്. 50 എന്ന് പറയുമ്പോൾ 45, 50. ഇതാണ് നമുക്ക് വരുന്ന ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഈ 9 എന്ന് പറയുന്ന ഹാൻഡ് 9 തന്നെ ഇരിക്കുന്നത് എപ്പോഴാണ്? 9 o'clock. അത് 9:50 ആകുമ്പോഴത്തേനും അത് വീണ്ടും മേലോട്ട് പോകും. പകുതിയും കഴിഞ്ഞിട്ടുണ്ടാവും, പകുതിയും മുക്കാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ നമുക്കങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല 9:50 എന്ന് പറയുന്ന ടൈം. പക്ഷേ 9 o'clock ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് 9 വരും, മിനിറ്റ് ഹാൻഡ് നേരെ മേളിലോട്ടിരിക്കും, 90 ഡിഗ്രിയാണ്. ഇനി 9:30 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാം. അത് വീണ്ടും 90 ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പകുതി കൂടി കയറും, ഒരു 30 ഡിഗ്രി കൂടി കയറും. അപ്പോൾ ഏകദേശം 45 വരും. 30 + ഒരു 15, 45 വരും. പക്ഷേ 9:50 എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോർമുല എന്താണ്? തീറ്റ ഈക്വൽ ടു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ ഈക്വൽ ടു മോഡുലസ് 30h - 11/2 എം. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്നത് എന്താണ്? 9. 3 × 9 27. 270 - 11/2 എം. 11 × 50/2 25. അതായത് 270 - 11 × 25 2. 5 + 2 7. 5. 275. അതായത് മോഡുലസ് -5. അതായത് 5 ഡിഗ്രീസ് തീറ്റ. അതായത് 9:50 എന്ന് പറയുന്ന ടൈം എടുത്തു കഴിഞ്ഞാൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 5 ഡിഗ്രീസ് ആണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ hour and minute hand for the time 6:15. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലോക്ക് വരച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ 15, 30, 45, 00 എന്നീ മിനിറ്റ്സുകൾ വരുന്ന കേസിൽ നമുക്ക് പിന്നെയും ഒരു ജഡ്ജ്മെൻറ്റ് വെച്ച് പറയാൻ പറ്റും. ഇപ്പോൾ 6:00 എന്ന് പറയുന്ന ടൈം എടുത്തു കഴിഞ്ഞാൽ 6, 3, 12. 6 എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് ഇങ്ങോട്ടായിരിക്കും, 00 എന്ന് പറയുമ്പോൾ നേരെ മേളിലോട്ടായിരിക്കും. അപ്പോൾ 6 എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 6:15 എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് വേണ്ടത്.
12 3 6 9. അപ്പോൾ ഇതിപ്പോൾ 650 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ച് വെക്കുമ്പോൾ ഇതിപ്പോൾ 90 ഡിഗ്രിയാണ്. പക്ഷെ അതല്ല ഇവിടെ കേസ്. കാരണം ഈ 6 എന്ന് പറയുമ്പോഴത്തേനും 180 ഡിഗ്രി, 610 എന്ന് പറയുമ്പോൾ ഈ 6 ഇങ്ങോട്ട് മാറും, 615 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മാറും, 630 എന്ന് പറയുമ്പോൾ ഏകദേശം പകുതിയിൽ വരും, 7 8 വരുമ്പോഴത്തേനും ഈ 630 എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ വരും. അതായത് 15 ഡിഗ്രീസ് ഓൾറെഡി കവർ ചെയ്യും. അപ്പോൾ 6 വരെ ഇങ്ങനെ 50, ഈ 3 നിന്ന് 6 വരെ ഓൾറെഡി 90 ഡിഗ്രീസ്. ഇങ്ങോട്ട് അവർ ഹാൻഡിന് ഇങ്ങോട്ട് എത്ര ഡിഗ്രിയാണുള്ളത്? ഓൾറെഡി 30 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 15 ഡിഗ്രി. 30യുടെ പകുതി 15 ഡിഗ്രി. ആ 15ൻ്റെ പകുതി എത്രയാണ്? 7.5. ഇത്രയും ഓൾറെഡി 30. 1 അവറിൽ 30, ഹാഫ് അവറിൽ 15, 1 അവർ, ഹാഫ് അവർ, അതിൻ്റെയും പകുതി 7.5 ഡിഗ്രീസ്, 50 മിനിറ്റ്സ്. ഇത് 30 മിനിറ്റ്, ഇത് 60 മിനിറ്റ്സ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോജിക്ക്. 615 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 90 ഡിഗ്രി, പക്ഷേ 615 വരുമ്പോൾ ഓൾറെഡി ഒരു 7 ഡിഗ്രി മാറും. അപ്പം 90 ആണ്, ഓൾറെഡി 90 ഉണ്ട്, പ്ലസ് ഒരു 7.5, അതായത് 97.5 ഡിഗ്രീസ്. ഇനി നമുക്ക് ഫോമുലയിൽ ഇട്ട്, ഇത് നമ്മൾ ലോജിക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ്, ഫോമുലയിൽ ഇട്ട് നോക്കാം. പക്ഷേ ഈ ലോജിക്ക് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? 0 0 15 30 45 എന്നീ ആംഗിൾസ് വരുമ്പോൾ മാത്രമാണ് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഡയറക്റ്റ് ഫോമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോമുല എന്താണ്? മോഡുലസ് 30h മൈനസ് 11/2 m. 30h എന്ന് പറയുമ്പോഴത്തേനും 6, 3 × 6 180, 18, 180 മൈനസ് 11/2 ഇൻറ്റു 15, അതായത് 180 മൈനസ് 15/2 എന്ന് പറയുന്നത് 7.2, അതായത് 72 ഇൻറ്റു 11, 7.5, 5 7 5 7 5 2 8 82.5. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 97.5 ഡിഗ്രീസ് ആണ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗസ് ചെയ്ത വാല്യൂ തന്നെ ഏകദേശം അടുത്ത് വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 15 മിനിറ്റ്സിൻ്റെ കേസ് ആയതുകൊണ്ട്. 15 60 45 00യുടെ കേസിലാണ് നമുക്ക് അങ്ങനെ ഒരു ഗസ് എടുക്കാനായിട്ട് പറ്റുന്നത്. കാരണം നമുക്ക് പകുതി കറക്റ്റായിട്ട്, കാരണം ഒരു അവറിൽ 30 ഡിഗ്രി, ഹാഫ് അവറിൽ 15 ഡിഗ്രി, 15 മിനിറ്റ്സിൽ 7.5 ഡിഗ്രി, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്കത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഫോർ ദ ടൈം? വാട്ട് ഈസ് ദി ആംഗിൾ ഫോർ 10:20? 10:20 എന്ന് പറയുന്ന ടൈമിൽ ആംഗിൾസിൻ്റെ ഹാൻഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഫോമുലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 30h മൈനസ് 11/2 m. h എത്രയാണ്? 10. 30 × 10 300 മൈനസ് 11/2, 20/2 10, 10 × 11 110. അപ്പോൾ 300ൽ നിന്ന് 100 കുറച്ചാൽ 200, 200ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 190 ഡിഗ്രീസാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. പക്ഷേ ഈ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ റോങ് ആണ്. എന്തുകൊണ്ടാണ്? ഈ ആംഗിൾ 180യേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് റിഫ്ലക്സ് ആംഗിളാണ്. തീറ്റ ഡാഷ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്ന കേസിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ 360 മൈനസ് ചെയ്യണം. കാരണം നമുക്ക് 9 3 12 10 20 എന്ന് പറയുന്ന ആംഗിൾ കിട്ടിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതെന്ന് പറയുന്നത് 190 ഡിഗ്രി. ഇതാണ് ഇവിടെ കിട്ടിയത്. നമുക്ക് വേണ്ടത് ഇവിടെയാണ്.
തീറ്റ, ഇത് തീറ്റ ഡാഷ്, ഇത് തീറ്റ. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ 360 നിന്ന് തീറ്റ എന്ന് പറയുന്നത് 360 മൈനസ് 190, അതായത് 170 ഡിഗ്രീസ് ആണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 190 ഡിഗ്രി ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് റിഫ്ലക്സ് ആംഗിളാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് കറക്റ്റ് ആംഗിൾ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 360 ഡിഗ്രീസിൽ നിന്ന് ആ കിട്ടിയ റിഫ്ലക്സ് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി വാട്ട് ഈസ് ദി ആംഗിൾ ഫോർ ദി ടൈം 10:05. 10:05 എന്ന് പറയുന്ന ടൈമിൻ്റെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എന്ന് പറയുന്നത് 30h മൈനസ് 11/2 m. h എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 300 മൈനസ് 11/2 m എന്ന് പറയുന്നത് 5. അപ്പോൾ 2.5. 25 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 7 2 27.5. അതായത് 300 മൈനസ് 27.5. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 300 മൈനസ് 27.5. 5 ഇവിടെ 9 ഉണ്ട്, 2 ഇവിടെ 9 ഉണ്ട്, 7 1 പോയിട്ട് 2 272.5. വീണ്ടും ഇവിടെ നമുക്ക് കിട്ടിയ ആംഗിൾ ഏതാണ്? ഗ്രേറ്റർ ദാൻ 180 ആണ്. ഇത് റിഫ്ലക്സ് ആംഗിൾ ആണ്, മറക്കരുത്. ഇതാണ് ആൻസർ എന്ന് വിചാരിക്കരുത്. ഇത് റിഫ്ലക്സ് ആംഗിൾ ആണ്, തീറ്റ ഡാഷ് ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 180. അപ്പോൾ തീറ്റ കിട്ടാൻ എന്ത് ചെയ്യണം? 360 മൈനസ് 272.5. 360 മൈനസ് 272.5. ഇവിടെ 9 ഉണ്ട്, 7 ഇവിടെ 5 ആണ്, 1 അങ്ങോട്ട് കൊടുത്ത് 8 2 ആണ്, 0. അപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 87.5 ഡിഗ്രീസ്. ഇത്രയാണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും കൊണ്ട് നമുക്ക് ഒരു ടൈപ്പ് ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് തീർന്നു. ഇനി വരുന്നത് അടുത്ത ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്. സെക്കൻഡ് ഫോർമുല, മിനിറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഒരു പ്രോബ്ലമാണ് ഇനി വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 3 and 4 hour ഡസ് ദി ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് മേക്ക് 0 degree or coincides. 3-നും 4-നും ഇടയ്ക്ക്, 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക്. മൂന്ന് മണിക്കും 4 മണിക്കും ഇടയ്ക്ക് എവിടെ വെച്ചിട്ടാണ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നത്? ഇതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ 3 മണി എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ആയിരിക്കും. അപ്പം 3 മണി എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് ഇവിടെ ആയിരിക്കും, മിനിറ്റ് ഹാൻഡ് ഇവിടെ ആയിരിക്കും. അത് 90 ഡിഗ്രി ആയിരിക്കും. അത് കറങ്ങി വന്ന് 3:15 കഴിയും. എന്തായാലും 3:15 കഴിയും. 3:20 മുന്നും ആയിരിക്കും. അപ്പോൾ 15-നും മിനിറ്റിൻ്റെ 3 മണിയാണ് നമുക്ക് അവർ ഹാൻഡിൻ്റെ ടൈം എന്നറിയാം. അവർ ഹാൻഡ് തന്നിട്ടുണ്ട്. ഇനി മിനിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ടൈം 3 hour, 3-ക്കും 4-നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ അത് ഓൾറെഡി അവർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. കാരണം 4 എത്തിയിട്ടില്ല. ബിറ്റ്വീൻ 3 and 4 വാട്ട് ടൈം ബിറ്റ്വീൻ 3-നും 4-നും ഇടയ്ക്കുള്ള, 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള ഏത് സമയത്താണ്? അതായത് 4 മണി ആയിട്ടില്ല. 3 മണി 3:15-നാണോ 3:20-നാണോ 3:30-ക്കാണോ 3:59-നാണോ 4-നാണെന്ന് പറയുന്നില്ല. ബിറ്റ്വീൻ 3 and 4 ആണ്. അപ്പം 3-ലാണ് അവർ ഓൾറെഡി വരുന്നത്. അത് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഇതിവിടെ നോക്കുമ്പോഴത്തേനും 3-നും 4-നും ഇടയ്ക്കാണ് അവർ ഹാൻഡ് നിൽക്കുന്നത്. അപ്പം 3:15 ഓൾറെഡി കഴിയും. 3:20 ആകത്തുമില്ല. അപ്പോൾ 15-നും 20-നും ഇടയ്ക്കാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ
ഇവിടെ അവർ എന്ന് പറയുന്നത് 3 ആണ്, തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, കോയിൻസൈഡാണ്, 0 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ മിനിറ്റിൻ്റെ ഫോർമുല എന്താണ്, 30h ± തീറ്റ ഇൻറ്റു 2/11. അപ്പോൾ ഇവിടെ 30h എന്ന് പറയുന്നത് എത്രയാണ്, 3. അപ്പോൾ 3 × 30 90 ± 0 ഇൻറ്റു 2/11 is equal to 180. 0 പോയി, 2 × 90 180/11 180/11 1 7 0 6 66 4. അപ്പോൾ 16 4/11 മിനിറ്റ്സ്. അതായത് ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും, ഇത്രയും മിനിറ്റ് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞല്ലോ 15-നും 20-ക്കും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ 15 ഓൾറെഡി കഴിയും. അപ്പോൾ അത് ഏത് 16 മിനിറ്റ് 4/11, 16 മിനിറ്റും 16.4/11 എത്ര വാല്യൂ ആണ് കിട്ടുന്നത്, അതായത് 16 പോയിൻറ്റ് സംതിങ് മിനിറ്റിലാണ് ഈ രണ്ട് ഹാൻഡ്സ് കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് 3 hour 16 4/11 മിനിറ്റ്സ്. അറ്റ് 3 hour 16 4/11 മിനിറ്റ്സ് ദി അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ്സ് ബിറ്റ്വീൻ 3 and 4. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 ഡസ് ദി അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ്, അറ്റ് വാട്ട് ടൈം. ബിറ്റ്വീൻ 4 and 5 അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ്സ്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ ആൻസർ എങ്ങനെയായിരിക്കും, 20-ക്കും 25-നും ഇടയ്ക്കുള്ള ഒരു ടൈം ആയിരിക്കും വരുന്നത്. അത് മിക്കപ്പോഴും 20-യുടെ അടുപ്പിച്ച് തന്നെയായിരിക്കും. ഈ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ടൈമിൽ, അതായത് ഇപ്പോൾ 6-നും 7-നും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് അടുപ്പിച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ 30 ആണ്, ഇവിടെ 35 ആണ്. ആ 35-ൻ്റെ ഹാഫ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ഈ സൈഡിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിൽ 16-ന് വന്നു, അതായത് 15-ന് അടുപ്പിച്ച് വന്നു. അടുത്ത കേസിൽ 20-ക്ക് അടുപ്പിച്ച് വരും. ഇവിടുത്തെ കേസിലും 25-ന് അടുപ്പിച്ച് വരും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും വീണ്ടും 30-ക്ക് അടുത്ത് വരത്തില്ല, 35-ന് അടുത്ത് വരും. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ മാറി പോകും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ലോജിക്കുകൾ മനസ്സിലാവും. പക്ഷേ നമ്മൾ ബിഗിനറായിട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഫോർമുലയിലിട്ട് ചെയ്യുക. അപ്പോൾ ഫോർമുല എന്താണ്, മിനിറ്റ് എന്ന് പറയുന്നത് 30h ± തീറ്റ ഇൻറ്റു 2/11 ഈക്വൽ ടു 30h എന്ന് പറയുമ്പോൾ 4, 30 × 4 120 ± തീറ്റ 0 ഇൻറ്റു 2/11. മിനിറ്റ് എന്ന് പറയുന്നത് 120 × 2/11, അതായത് 120 × 2 240/11. 240/11ൻ്റെ ആൻസർ എത്രയാണ്, 2 22 2 0 1 9 21 9/11 മിനിറ്റ്സ്. അതായത് ബിറ്റ്വീൻ 4 and 5 hour ആണ്. ആൻസർ എന്ന് പറയുന്നത് 4 hour അറ്റ് 4 hour 21 9/11 മിനിറ്റ്സ് ദി അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് കോയിൻസൈഡ്സ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് എന്ത് കേസാണ്, കോയിൻസൈഡിങ്ങിൻ്റെ കേസാണ്. അതായത് 0 ഡിഗ്രിയുടെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 0 ഡിഗ്രി അല്ലെങ്കിൽ കോയിൻസൈഡ്സിൻ്റെ കേസാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇൻ 12 hour 12 മണിക്കൂറിൽ എത്ര പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും? ഓരോ മണിക്കൂറിലും ഓരോ പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 12 പ്രാവശ്യം വരേണ്ടത്. പക്ഷേ ഒരു ടൈമിൽ മിസ്സാവും. ഇൻ 12 hours ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് മേക്സ് 0 degrees for 11 times. ഇൻ 12 hours ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് മേക്സ് 0 degrees or coincides for 11 times. 12 hourൽ 11 times ആണെങ്കിൽ ഇൻ 24 hour the hour and minute hand
coincides 22 times. 12 മണിക്കൂറിൽ 11 പ്രാവശ്യം കോയിൻസൈഡ് ചെയ്യും, 24 മണിക്കൂറിൽ 22 ടൈംസ് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മൾ 0 ഡിഗ്രീസ് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്ന കേസ് കഴിഞ്ഞു. അപ്പോൾ 0 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത വരുന്ന കേസ് എന്ന് പറയുന്നത് 90 ഡിഗ്രീസാണ്. എന്നാൽ 90 ഡിഗ്രീസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റ് വാട്ട് ടൈം ഡസ് ദി ഹാൻഡ്സ് മേക്ക് എന്നും പറഞ്ഞാൽ ഇന്ന ആംഗിൾ എന്നും പറഞ്ഞാണ് പോകാറ്. പക്ഷേ ഇവിടെ അറ്റ് വാട്ട് ടൈം ഓർ ടൈംസ് ഡസ് ദി ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് make 90 degree or right angle or orthogonal angle between 4 and 5 hour. അതായത് 4 and 5 ഹവറിനിടയ്ക്ക് 90 ഡിഗ്രീസ് ഏതൊക്കെ ടൈമുകളിൽ ആണ് മേക്ക് ചെയ്യുന്നത്. നമ്മളൊരു ക്ലോക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കട്ടെ. 4ഉം 90 ഡിഗ്രീസ് എന്ന് പറയാൻ പറ്റും. 4 o'clock ആകുമ്പോൾ എന്തായാലും 90 വരത്തില്ല, 3 o'clock ആണെങ്കിലും 90 വരുള്ളൂ. അപ്പോൾ ഏകദേശം ഇവിടെ 5 minutes എന്നുള്ളതല്ല, 4 o'clock എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രിക്ക് ചാൻസ് ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് എവിടെയാണെങ്കിലും അവിടെ ഒരു 90 ഡിഗ്രിക്ക് ചാൻസ് ഉണ്ട് 4 o'clockൻ്റെ കേസിൽ. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ടൈം ഓർ ടൈംസ്, 2 ടൈമിൽ 90 ഡിഗ്രീസ് മേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം 0 ഡിഗ്രി അല്ലെങ്കിൽ കോയിൻസൈഡിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ മാത്രമേ ആംഗിൾ മേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. 90 ഡിഗ്രീസിൽ 2 പ്രാവശ്യം ആംഗിൾസ് 90 ഡിഗ്രി മേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും ചെയ്യുന്നതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ എച്ച് എന്ന് പറയുന്നത് 4 തന്നെ എടുക്കണം, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി എടുക്കണം. നമ്മുടെ ഫോമുല എന്താണ്? 30h ± തീറ്റ ഇൻറ്റു 2/11. എം എന്ന് പറയുന്നത് 30h എന്ന് പറയുമ്പോഴത്തേനും 4, 120 ± 90 ഇൻറ്റു 2/11, 120 + 90 ഇൻറ്റു 2/11. (210 ഇൻറ്റു 2/11), 120 - 90, 30 ഇൻറ്റു 2/11, 420/11, 60/11. 420/11 എടുത്തു കഴിഞ്ഞാൽ 33, 9, 0, 8, 88, 2. 38 2/11, 60 divided by 11, 5, 55, 5, 5/11 മിനിറ്റ്സ്. അതായത് എവിടെയൊക്കെയാണ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്? 4 hour 38 2/11 മിനിറ്റ്സിലും 4 hour 5/11 മിനിറ്റ്സിലും. ഈ 2 ടൈംസിലാണ്
90 ഡിഗ്രീസ് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ അറ്റ് വാട്ട് ടൈം ഓർ ടൈംസ് ഡസ് ദി ഹാൻഡ്സ് മേക്സ് റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞത് ബിറ്റ്വീൻ 4 and 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നേരത്തെ ഇവിടെ 0 ആയിരുന്നപ്പോൾ നമുക്ക് ഒരു ആംഗിളേ വരുള്ളൂ. ഇവിടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ 2 ആംഗിൾസ് വരും. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 12 hours 90 ഡിഗ്രീസ് എത്ര പ്രാവശ്യം മേക്ക് ചെയ്യും? 2 പ്രാവശ്യം വെച്ചിട്ട് 12 hours 24 times ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 12 hours 2 പോയിൻറ്റ്സിൽ ഇത് മിസ്സാകും. അതായത് 22 times ആണ് 12 hours 24 times ആണ് എല്ലാ ടൈമിലും മേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരേണ്ടത്. പക്ഷേ ഇവിടെ 90 ഡിഗ്രീസ് 22 times ആണ് 12 hours ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 24 hours 44 times ആണ് 90 ഡിഗ്രീസ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് 0 ഡിഗ്രിയുടെ കേസ് കഴിഞ്ഞു, 90 ഡിഗ്രിയുടെ കേസ് കഴിഞ്ഞു. ഇനി വരുന്നത് 180 ഡിഗ്രീസ് ആണ്. അതിൻ്റെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: അറ്റ് വാട്ട് ടൈം ഡസ് hour and minute hand makes 180 degree between 4 and 5. അപ്പോൾ 4-നും 5-നും ഇടയ്ക്ക് ഏത് ടൈമിലാണ് 180 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ക്ലോക്കിൽ വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ 180 ഡിഗ്രി അല്ലേ, ഏകദേശം ഇങ്ങനെ വരും. അതായത് എന്തായാലും 45-നും 00-ക്കും ഇടയ്ക്ക് ഏകദേശം ഒരു 55-ന് അടുത്ത് എങ്ങനെ പോയാലും വരണം. അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. 55-ൻ്റെ അടുത്ത് എന്തായാലും 55-ൻ്റെ ഇടയ്ക്ക് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ലോജിക്ക് വെച്ചിട്ട് പറയുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഫോർമുലയിലോട്ട് ഇടുക. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി. നമ്മുടെ ഫോർമുല എന്താണ്? m = 30h ± θ × 2/11. 30 × h എത്രയാണ്? 4. 120 ± 180 × 2/11. 120 + 180 × 2/11. 120 - 180 2/11. 200 300 300 × 2/11. 120 - 180 ഇത് -60 × 2/11 വരും. ഈ വാല്യൂ നെഗറ്റീവ് വാല്യൂ വരുന്നത് കൊണ്ട് നമ്മളിത് നെഗ്ലക്റ്റ് ചെയ്യും. നെഗറ്റീവ് വാല്യൂ ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 600/11. ഇത് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 600 / 11. 5 55 5 0 4 44 6. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 54 6/11 മിനിറ്റ്സ്. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 4 hours 54 6/11 minutes is the answer where 180 degree is obtained. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 180 ഡിഗ്രീസ് ഓരോ ടൈമിലും എത്ര പ്രാവശ്യം മേക്ക് ചെയ്യുന്നുണ്ട്? ഒരു പ്രാവശ്യം. അതായത് 12 hours 180 ഡിഗ്രി 11 times മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0 ഡിഗ്രി ആണെങ്കിലും 180 ഡിഗ്രി ആണെങ്കിലും 90 ഡിഗ്രി ആണെങ്കിലും വേറെ ഏത് ആംഗിൾസിൻ്റെ കേസിലാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ 12 hours 180 or 0 degrees is made how many times? 11 times.
ഇനി ഇൻ 12 hour all other angles are made 22 times. ഈ ആൾ അതർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 90 ഡിഗ്രി വരും, 45 ഡിഗ്രി വരും, 20 ഡിഗ്രി വരും, വേറെ ഏത് ആംഗിളും വരും. 180ക്ക് മേലെ വരത്തില്ല, 180 വരെ വരത്തുള്ളൂ. അപ്പോൾ 12 hourൽ 11 ടൈംസ് എന്ന് പറയുമ്പോൾ 24 hourൽ 22 ടൈംസും ഇവിടെ 24 hourൽ 44 ടൈംസും വരും. അപ്പോൾ 0 അല്ലെങ്കിൽ 180 ഡിഗ്രീസ് 11 ടൈംസും ഓൾ അതർ ആംഗിൾസ് 90, ഓൾ അതർ ആംഗിൾസ് 12 hourൽ 22 ടൈംസും. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ക്ലോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ക്ലോക്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറഞ്ഞത് അത് സർക്കുലർ ഷേപ്പാണെന്ന് പറഞ്ഞു, 360 ഡിഗ്രീസിൻ്റെ കാര്യം പറഞ്ഞു, അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡിൻ്റെ കാര്യം പറഞ്ഞു. 2 ഫോമുലാസ് ടീറ്റയ്ക്കും, ടീറ്റ എന്ന് പറയുന്നത് 30 മോഡുലസ് 30h - 11/2m, മിനിറ്റ് എന്ന് പറയുന്നത് 30h ± തീറ്റ × 2/11. ഇതാണ് നമ്മുടെ ഫോമുല. പിന്നെ പ്രോബ്ലംസിൻ്റെ കേസ് ടൈം തന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് പറഞ്ഞു. ഇനി 0 ഡിഗ്രി കോയിൻസൈഡ് ചെയ്യുന്ന കേസിൽ അവർ തന്നിട്ട് മിനിറ്റ് കണ്ടുപിടിക്കുന്ന കേസ് പറഞ്ഞു. അതിനുശേഷം 90 ഡിഗ്രി തന്നിട്ട് 90 ഡിഗ്രി അവർ തന്നിട്ട് മിനിറ്റ് കണ്ടുപിടിക്കുന്ന കേസ് പറഞ്ഞു. അതിനുശേഷം 180 ഡിഗ്രിയുടെ കേസ് പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ക്ലോക്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.